ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് ഓണം കളക്ഷൻസ് കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓണം കളക്ഷൻസ് ആയിട്ട് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ എൻക്വയറീസ്, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസും അതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിലൊക്കെ ഓണം കളക്ഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ബുക്കിങ്ങും അതുപോലെ അതിൻ്റെ ഡിസ്പാച്ചും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഡിസ്പ്ലേ നമുക്ക് ഇതുവരെയും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് നമ്മുടെ കയ്യിൽ സബ്സ്ക്രൈബർ കളക്ഷൻ അതുപോലെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇന്ന് കാണിക്കുവാണ്. ലാസ്റ്റ് 1-2 ആഴ്ചയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് പ്രസന്റ് ചെയ്യാനും അതുപോലെ പനിയൊക്കെ കാരണം കുറച്ച് ഡിലേ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സാരീസിനെയും കളക്ഷൻ നമുക്ക് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റാതെ പോയത്. അപ്പോൾ നമ്മുടെ വർക്കിനെയൊക്കെ അത് ചെറുതായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോയും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്തതുപോലെ കാണിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഓണം കളക്ഷൻസ് കാണാം. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു സബ്സ്ക്രൈബർ കളക്ഷൻസ് സാരി തന്നെ കാണാം. ഇതിനകത്ത് നമ്മളൊരു ബോർഡറിൽ ഓൾറെഡി ഒരു കരയും കസവും കൂടെ വരുന്ന ഒരു സാരിയിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കൂടെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മുന്താണി പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ളൊരു നല്ലൊരു വൈൻ കളർ പോലെ ഒരു മെറൂണിഷ് വൈൻ കളർ വരുന്ന പോലത്തെ കരയും കസവും കൂടെ വരുന്നൊരു പാറ്റേണിലാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ നല്ലൊരു ഒരു വൈൻ ഷെയ്ഡ് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് പോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ച് ആക്കി ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. നമുക്ക് ഓണത്തിന് മാത്രമല്ല നമുക്കത് കഴിഞ്ഞാണെങ്കിലും ഒരു പക്ക ഈ ഒരു സെറ്റ് സാരി അല്ലാതെ നമുക്കൊരു ഹാൻഡ് എംബ്രോയിഡറി സാരി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി നമുക്ക് ഈ ഓണത്തിനൊക്കെ നമ്മൾ സാരീസ് വാങ്ങിച്ചാൽ നമുക്ക് അത് വെറുതെ ആയി പോകും. മീൻസ് നമ്മൾ ഒരു ഓണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓണത്തിന് സെയിം റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് മടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും അടുത്തടുത്ത പാറ്റേൺസ് തപ്പി പോകും. അത് നമ്മൾ വാങ്ങിക്കുന്ന സാരി അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും ഒത്തിരി മീൻസ് ക്വാളിറ്റിയോ ഒന്നും നോക്കാതെ ജസ്റ്റ് ഈ ഒറ്റ പ്രാവശ്യം കൊടുക്കാന്നുള്ള രീതിയിൽ സാരീസ് നോക്കാറുണ്ട്. ഇപ്പൊ അതിനൊരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഇത്. ഈ സാരി നമ്മൾ വാങ്ങിച്ചാൽ നമുക്കത് അല്ലാത്ത ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതായത് അതിനകത്ത് അത്രയും നിറച്ച് ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതുപോലെ ഫ്രഞ്ച് നോട്ടും ഒക്കെ യൂസ് ചെയ്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെ ഇതിന്റെ ഈ ഒരു ഈ ഒരു ലീഫ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതൊരു ഡബിൾ ഷെയ്ഡ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഡിസൈൻ, നല്ല കവറേജ് വരുന്നത് പോലെ ആണ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ആ ഒരു ബോർഡർ ആണെങ്കിലും നമുക്ക് അല്ലാതെ തന്നെ ഒരു വർക്കും ഇല്ലാതെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ്. അതിന്റെ കൂടെ ഈ ഒരു എംബ്രോയിഡറി കൊടുത്തപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലെ ഫ്ലീറ്റ്സിനിടയ്ക്ക് എല്ലാ ഫ്ലീറ്റ്സിലും എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. നിറച്ചു എന്നിട്ട് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് പോലെയാണ് ഈ ഒരു സാരി കൊടുത്തിരിക്കുന്നത്. ഉടുത്ത് വരുന്ന എല്ലാ ഭാഗത്തും നിറച്ചും എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേണിലാണ് ഈ സാരി കൊടുത്തത്. ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടാനായിട്ട് താല്പര്യമുള്ളവർക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊരു കോൺട്രാസ്റ്റ് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കലംകാരി അജ്രക്കിന്റെ ഒരു പാറ്റേൺ വരുന്ന പോലത്തെ ഒരു കോട്ടൺ ബ്ലൗസിന്റെ കൂടെ ആ സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് വർക്ക് മീൻസ് ഈ ഒരു പ്രിന്റഡ് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി അങ്ങനത്തെ ബ്ലൗസ് നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു വൈനിഷ് മെറൂൺ കളർ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരി നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ വർക്ക് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2750 ആണ്. ഷിപ്പിംഗ് ചാർജസ് അഡീഷണൽ ആണ്. ഇപ്പൊ റെഡി ടു ഡിസ്പാച്ച് ആണ്. നമുക്ക് ഇതിന്ന് ഓർഡർ തരുന്ന നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഈ സാരി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതും ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് സാരിയാണ്. ഇതിനകത്ത് സാരിയുടെ ബോർഡർ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള കസവ് ബോർഡർ ആണ്. ചെറിയ ബോർഡർ ആയിട്ട്, ഒത്തിരി ചെറുതല്ല എന്നാൽ ചെറിയ ബോർഡർ വരുന്ന പോലത്തെ കസവ് ബോർഡർ ആണ് ഇതിന്റെ ആ ഒരു സെറ്റ് സാരിയുടെ ബോർഡർ വരുന്നത്. ഇതിനകത്ത് ഒരു തുളസിക്കതിരിന്റെ ഒരു പാറ്റേണിലാണ് ഈ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് മെറൂൺ ഗ്രീൻ കോമ്പിനേഷനാണ്. നല്ല ഡിസൈൻ വരുന്ന ഒരു തുളസിക്കതിർ എന്നുള്ള ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ സാരിയിൽ പറഞ്ഞതുപോലെ ആ ഒരു
പ്ലെയിൻ ആയിട്ടുള്ള കസവ് സാരിക്ക് ഒരു ഹൈലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്ന സാരിയാണ്. നമ്മൾ ഒത്തിരി ഇതിന്റെ പ്രിന്റഡ് വേർഷൻസ് ഒക്കെ ഹാൻഡ് പെയിന്റഡ് ആണെങ്കിലും പ്രിന്റഡ് വേർഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും ഒക്കെ ഒരു എപ്പോഴും നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിക്ക് കൂടുതൽ ഒരു എലഗൻസും കൂടുതലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ, അത് വന്നിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണ്. നമുക്ക് ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി എലഗൻസ് ആ ഒരു കസവ് സാരിയിലേക്ക് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ ഒരു 3 ഡിസൈൻ ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരി കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിന് അത്രയും വർക്ക് വരുന്നില്ലെങ്കിൽ പോലും അതിന്റെ ബോർഡർ കൊണ്ടും ആ ഒരു ഇത് കൊണ്ടും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്. കുറച്ചും കൂടെ ഒരു എലഗന്റ് ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതൊരു ഒരു ഓണം യൂസിന് മാത്രമല്ല, നമുക്കല്ലാതെ ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരി ആയിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നമ്മുടെ ഒരു ഷോൾഡർ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ വരും. ഇങ്ങനെ 3 ഡിസൈൻ, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊസിഷൻ വരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോട്ടം പോർഷൻസിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. ബോട്ടം പോർഷനിലും 3 ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഫ്ലീറ്റ്സിനിടയ്ക്ക് ഇതുപോലെ സ്ലീപ്പിംഗ് പോസിൽ തന്നെ കിടക്കുന്നത് പോലെ ഡിസൈൻ, സ്റ്റാൻഡിംഗ് പോസിലല്ല, സ്ലീപ്പിംഗ് പോസിൽ തന്നെ ഏകദേശം ഫ്ലീറ്റ്സിനകത്തോട്ട് വരുന്നത് പോലെ 3 ഫ്ലീറ്റ്സിന് ഉള്ളിലായിട്ടായിരിക്കും ഈ 3 ഡിസൈൻ വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിനകത്ത് ബ്ലൗസ് ഉണ്ട്. വിത്ത് ബ്ലൗസിലും ഇത് നമുക്ക് ആ സെയിം ഫാബ്രിക്കിൽ തന്നെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. വിത്ത് ബ്ലൗസിലും 2 സ്ലീവിലും ഇതുപോലെ ചെറിയൊരു നമ്മൾ ആ കണ്ട ആ ഒരു തുളസിക്കതിര് പാറ്റേൺ 2 സ്ലീവിലും ചെറിയ ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് വിത്ത് ബ്ലൗസോട് കൂടി ഇടാവുന്നത് പോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2375 ആണേ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഓണത്തിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് മൽക്കോട്ടൺ സാരീസ് ആണ്. ഇപ്പൊ നമ്മൾ മൽക്കോട്ടന്റെ കുറേ കളക്ഷൻസ് നമുക്കുണ്ട്. ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ളതും അതുപോലെ കാഞ്ചി ബോർഡർ വരുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട്. അപ്പൊ നമ്മളിത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ സ്റ്റോക്ക് ഒത്തിരി എടുക്കുകയല്ലായിരുന്നു ചെയ്തത്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എൻക്വയറി അനുസരിച്ച് പ്രീ ബുക്കിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പം ഡിസ്പാച്ചിന് അവൈലബിൾ ആയിട്ടുള്ള 1-2 ഡിസൈൻസേ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാഞ്ചി കോട്ടന്റെ ഒന്നും മീൻസ് ഡിസ്പാച്ചിന് റെഡി ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പൊ ഇന്ന് ജസ്റ്റ് ഡിസ്പാച്ചിന് റെഡി ആയിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവൈലബിൾ കളേഴ്സും അവൈലബിൾ ഡിസൈൻസും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇന്ന് ഇത് കാണിക്കുന്നത് ഇതൊരു ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള, ഈ സെയിം തന്നെ നമുക്ക് പ്രിന്റഡ് ആയിട്ടും ഒക്കെ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ, ഈവൻ നമുക്ക് ഇപ്പൊ അറിയാലോ ഒരു സാധനം ട്രെൻഡിങ് ആയാൽ അതിന്റെ എല്ലാ തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സും ഇറങ്ങി. ഈവൻ മീഷോയിൽ പോലും തപ്പിയാലും കിട്ടും ഈ സാധനം 500 രൂപയ്ക്ക്. പക്ഷെ ഇത് അതിന്റെ ശരിക്കും ആ ഒരു 120 കൗണ്ടിൽ വരുന്ന മൽക്കോട്ടൺ സാരി ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ളതാണ്. പ്രിന്റ് അല്ല, ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള മൽക്കോട്ടൺ സാരിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് ശരിക്കും ഫെദർ ലൈറ്റ് ആയിട്ടുള്ള സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റനൻസും ഈ മൽക്കോട്ടന്റെ മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അത് സ്പെഷ്യൽ മെയിൻ്റനൻസ് കൊടുക്കേണ്ട സാരികളാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫെദർ ലൈറ്റ് സാരീസ് ആണ്. ഇതിന്റെ എൻഡിൽ ഇതുപോലെ ആ ഒരു ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചുള്ള ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ. ഇതുപോലെയാണ് ഇതിനൊരു കര പോലെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലാവൻഡർ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു കര പോലത്തെ ബോർഡേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ ഫുൾ ബോഡിയിൽ നമ്മൾ കാണുന്ന ഭാഗത്തെല്ലാം വരുന്നത് പോലെ ഇങ്ങനത്തെ ഹാൻഡ് പെയിന്റഡ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ഓണം സാരി ആവണമെന്നില്ല. നമുക്ക് എപ്പോഴും എസ്പെഷ്യലി നമുക്കൊരു ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൽക്കോട്ടന്റെ ഫാൻ ആയി പോകും. അതുപോലത്തെ ടൈപ്പ് സാരീസ് ആണ്. വളരെ ഫെദർ ലൈറ്റ് ആയിട്ടുള്ള സാരീസ് ആണ്. അതുപോലെ ഡ്രേപ്പ് ചെയ്താൽ അത് ആ ഡ്രേപ്പ് ചെയ്യുന്നിടത്ത് കിടക്കും. അത്രയും ഈസി ടു ക്യാരി ആയിട്ടുള്ള സാരിയാണ്. അപ്പം ഇതാണ് നമുക്ക്, ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ്. നമുക്ക് ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല. ഇത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ്. ഇതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ഡിസൈൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. 4 ഡിസൈൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ഹാൻഡ് പെയിന്റഡ് കളക്ഷനിൽ. 4 ഡിസൈൻ. ഒരു ലോട്ടസ് ഡിസൈൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഗ്രീൻ ഹൈലൈറ്റ് കൊടുക്കുന്ന ബോർഡ്, ഇതുപോലെ ഇത് ബ്ലൂവിന് ഹൈലൈറ്റ് കൊടുത്തേക്കുന്ന പോലെ ഗ്രീനിന് ഹൈലൈറ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ. അങ്ങനെ 4 ഡിസൈൻ നമുക്ക് ഈ ഹാൻഡ് പെയിന്റഡ് ഡിസൈനിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല മൂവിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു. നമുക്ക് ഓണം ഈ പറഞ്ഞ പോലെ തിരക്ക് വരുന്നൊരു സമയമാണ്. കാരണം എസ്പെഷ്യലി യൂണിഫോമിന്റെ വർക്ക് നടക്കുന്ന സമയമാണ് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് സമയങ്ങളൊക്കെ. അതുകൊണ്ടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് സമയം പറ്റാതെ, മീൻസ് എപ്പോഴും നമുക്കൊരു ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും യൂണിഫോം വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓണത്തിന്റെ വീഡിയോസ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നത്. എന്നാലും നമ്മൾ ഓർഡേഴ്സ് ഒക്കെ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതാണ് ഈ ഒരു സാരി വരുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ നല്ല ഫെദർ ലൈറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ ബ്ലൂവിന്റെ 2 കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ പാറ്റേണും ലൈറ്റ് ഗ്രീൻ കളറോടെ യൂസ് ചെയ്തിട്ടാണ്. ഇതിനകത്തും ആ ബ്ലൂ കളറിൽ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഫെദർ ലൈറ്റ് ആയിട്ട്
ഈ പറഞ്ഞ പോലെ നമുക്ക് മൽക്കോട്ടൺ സാരീസ് ഇങ്ങനെ സ്റ്റാർച്ചബിൾ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ്. കുറച്ച് സ്റ്റിഫ് സാരീസ് അല്ല, ഇങ്ങനെ ഇങ്ങനെ ഉടുത്താൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരീസ്, എന്നാൽ കോട്ടൺ സാരീസ് വേണ്ടവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് മൽക്കോട്ടൺ. ഇപ്പം മൽക്കോട്ടനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാം എവിടെ നോക്കിയാലും ഇപ്പം മൽക്കോട്ടൺ സാരീസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പല ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആകും. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി വേണം എന്നുള്ളത്. നമ്മളിത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള 120 കൗണ്ടിലുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമ്മളതിൻ്റെ നമ്പർ ഓഫ് മീൻസ് ഒരു എത്ര എണ്ണം വിറ്റ് പോകുന്നു എന്ന് നോക്കുന്നില്ല, ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നു എന്നേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ലോവർ ബഡ്ജറ്റിലുള്ള ആ ഒരു മീൻസ് കുറേ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നില്ല. ഏറ്റവും ഫൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാത്രം നമ്മൾ വേണ്ടവർക്ക് വേണ്ടി മാത്രം പ്രീ ബുക്കിംഗ് ആയിട്ട് മാത്രം എടുത്തു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾക്ക് രണ്ട് ഷെയ്ഡ്സ് മീൻസ് രണ്ട് ഡിസൈൻസ് ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓണത്തിന് മാത്രമല്ല നമുക്ക് പിന്നീടും ഉപയോഗിക്കാവുന്ന കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പ്രീ ബുക്കിംഗ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1895 ആണ്, 1895 റുപ്പീസ് ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ കാഞ്ചി ബോർഡർ ഒക്കെ വരുന്നതിനും 1900 റേഞ്ചിൽ വരുന്ന പ്രീമിയം ആയിട്ടുള്ള മൽക്കോട്ടൺ സാരീസ് ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു റേഞ്ചിൽ മൽക്കോട്ടൺ സാരീസ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ അവൈലബിൾ ബോർഡേഴ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പം ഇനി നമ്മൾ കുറച്ച് പ്ലെയിൻ സാരീസ്, ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലെയിൻ സാരീസ് ചോദിക്കുന്നുണ്ട്. വർക്ക് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് പ്ലെയിൻ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നുള്ള രീതിയിലും വാങ്ങിക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ഇത് നമ്മുടെ ഈ വർഷത്തിനേക്കാളും കഴിഞ്ഞ വർഷമായിരുന്നു കൂടുതൽ ട്രെൻഡ്. എന്നാലും ഇപ്പോഴും ഈ സാരിക്ക് ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. പുളിയിലക്കര ബോർഡർ വരുന്ന, അത് ആ ഒരു ഗ്രീൻ ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പുളിയിലക്കര മീൻസ് ബോർഡർ വരുന്ന ആ ഒരു സെറ്റ് സാരിയാണ്. സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരിയാണ്. അപ്പം ഇത് നമുക്ക് വർക്ക് ചെയ്തും വർക്ക് ചെയ്യാതെ പ്ലെയിൻ സാരി ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 റുപ്പീസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അല്ല, ഇതിനകത്ത് ഒന്ന് രണ്ട് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ മാത്രം വർക്കുള്ള ഒന്ന് രണ്ട് ഡിസ്പാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഒരു തുളസിക്കതിര് പാറ്റേൺ കണ്ടില്ലേ, അത് തന്നെ നമുക്ക് മിഷൻ എംബ്രോയിഡറി അങ്ങനത്തെ ഒരു ട്രഡീഷണൽ എംബ്രോയിഡറിയോടുകൂടിയൊക്കെ ഉണ്ടായിരുന്ന ഡിസൈൻസ് ഒക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓൾറെഡി ഓണത്തിന്റെ ഡിസ്പാച്ചുകളൊക്കെ ഏകദേശം ഈ ഒരു വീക്ക് മിഡോടുകൂടി തീരും. കാരണം ഓണത്തിന് മുമ്പ് മീൻസ് മിക്കവാറും ഒക്കെ ഉള്ളൊരു ഓണം ആ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയുള്ള വർക്ക് ചെയ്ത സാരികളുടെയൊക്കെ ഡിസ്പാച്ച് വരുന്നുണ്ട്. ഇനി പ്ലെയിൻ സാരീസ് ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പം അതുപോലെ ഇത് നമ്മുടെ ഒരു സിൽവർ സെറി ബോർഡർ വരുന്ന, ഈ ഒരു രീതിയിൽ സിൽവർ സെറി ബോർഡർ വരുന്ന സാരിയാണ്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ട് വന്നത് ജസ്റ്റ് ഇതിനകത്ത് സ്കാലപ്പ് മാത്രം ചെയ്തുള്ള സാരീസ് നമുക്ക് ഒത്തിരി മൂവിങ് ആണ്, ഒത്തിരി എൻക്വയറീസ് വന്നാണ്. ഇതിനകത്ത് ബ്ലാക്ക് സ്കാലപ്പ് വരുന്നത് പോലെ, അതുപോലെ ബ്ലൂ മീൻസ് ബ്ലൗസിന്റെ കളേഴ്സ് സ്കാലപ്പ് ഫുൾ ബോർഡറും സ്കാലപ്പ് വരുന്ന പോലെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളത് ചെയ്തു തരാവുന്നതാണ്. മാക്സിമം ഈ പറഞ്ഞ പോലെ ഏറ്റവും നേരത്തെ ഡിസ്പാച്ച് ചെയ്യാവുന്ന പോലെ നമ്മൾ പെട്ടെന്ന് വേണമെങ്കിൽ എമർജൻസി ആയിട്ടാണെങ്കിലും ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ സ്കാലപ്പ് വർക്കോട് കൂടിയൊക്കെ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ വന്നത്. അതുപോലെ ഇതിന് റോസ് ഗോൾഡ് ഫിനിഷും നമുക്കുണ്ട്. ഇത് രണ്ട് റോസ് ഗോൾഡിന്റെ ആണെങ്കിലും അതെ, അതുപോലെ സിൽവർ സെറിയുടെ ആണെങ്കിലും റേറ്റ് വരുന്നത് 750 റുപ്പീസ് ആണ് പ്ലെയിനിന്. രണ്ടിനും ഈ ഒരു വീതി കസവാണ്. നോർമൽ പ്ലെയിൻ സെറ്റ് സാരി പോലെ ഇതിനകത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു സൈസിൽ വരുന്ന ബോർഡറോട് കൂടിയുള്ള ഇത് റോസ് ഗോൾഡും നേരത്തെ നമ്മൾ കാണിച്ച സിൽവർ ചെറിയ ബോർഡറുമാണ്. അത്രയാണ് നമുക്ക് പ്ലെയിൻ സാരീസിൽ ഇപ്പോൾ അവൈലബിൾ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഗോൾഡൻ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്റ്റോക്ക് ഔട്ട് ആയി. ഇപ്പം നമുക്കിപ്പോൾ ഇനി ഈ രണ്ട് ഷെയ്ഡ്സും അതുപോലെ പുളിയിലക്കരയുടെ കുറച്ച് സ്റ്റോക്ക് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ വർക്കിന് വേണ്ടി കുറേ സ്റ്റോക്ക് എടുത്ത് വെച്ചാണ്. ഇനിയിപ്പം നമ്മൾ ഓണത്തിന് പുതിയ സ്റ്റോക്കുകൾ ഇനിയും മൽക്കോട്ടണിലും ഒക്കെ വരുന്നുണ്ട്. വീണ്ടും പുതിയ സ്റ്റോക്കുകൾ വീണ്ടും പ്രീ ബുക്കിംഗ് അനുസരിച്ച് വരുന്നുണ്ട്. പ്ലെയിൻ സാരീസിൽ ഇനിയും നമ്മൾ അധികം സ്റ്റോക്ക് ഇനിയും വരുന്നില്ല. കാരണം ഓണം ഏകദേശം അടുത്തത് കൊണ്ട് നമുക്കിനി ഒന്നെങ്കിൽ പ്ലെയിൻ ആയിട്ട്, അല്ലെങ്കിൽ സ്കാലപ്പോട് കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോട് കൂടി, ഈ 3 ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമ്മൾ ഇന്ന് ഈ ഓണത്തിന് കാണിക്കുന്നത്. ചിലപ്പോഴാണെങ്കിൽ നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് മൽക്കോട്ടൺ, കാഞ്ചി കോട്ടന്റെ സാരീസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പം സമയം പോലെ പറ്റുവാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ ബാക്കി ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി, യൂണിഫോം ഓർഡേഴ്സിൻ്റെ ഒക്കെ വർക്കുകൾ കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.